ഹലോ ഫ്രണ്ട്സ്, ഞാൻ സവിത. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ പേരൻസും എൻ്റെ മക്കളും എൻ്റെ കുറച്ച് കസിൻസും കൂടി ഞങ്ങളൊരു 10 day റോഡ് ട്രിപ്പ് തകർക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഒത്തിരി നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പായിരുന്നു. ഈ വർഷം, അടുത്ത വർഷം, പിന്നത്തെ വർഷം അങ്ങനെ നീണ്ടു പോയിട്ട് ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ഫ്രം ഫ്ലോറിഡ ആൻഡ് ഫ്രം ഷിക്കാഗോ ഞങ്ങൾ ഒരുമിച്ച് ഡെൻവറിൽ നിന്ന് റോഡ് ട്രിപ്പ് ഒരു 10 ദിവസത്തേക്ക്. അതിൻ്റെ Day 1 ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ ഹസ്ബൻഡ് ടിമ്മി. ഹലോ, ഹായ്. ഞങ്ങളിപ്പോൾ ഒരു റോഡ് ട്രിപ്പ് പോകുന്നതാണ്. ഞങ്ങൾ കസിൻസ് ഷിക്കാഗോയിൽ നിന്ന് ഡെൻവറിലേക്ക് വന്നു. ഞങ്ങൾ ചാമ്പയിൽ നിന്നും ഡെൻവറിലേക്ക് ഫ്ലൈ ചെയ്തു. അവിടെ വന്ന് ഞങ്ങൾ മീറ്റപ്പ് ചെയ്ത് അവിടുന്ന് റെൻ്റ് വാൻ എടുത്ത് ഞങ്ങൾ 12 പേര് ഇപ്പോൾ ഒരു 11 daysലേക്കുള്ള റോഡ് ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഒരു 3 മണിക്കൂർ നമ്മുടെ ഡെൻവറിൽ നിന്ന് 3 മണിക്കൂർ അകലെ വൈറ്റ് റിവർ നാഷണൽ ഫോറസ്റ്റ് എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് 3.5 മണിക്കൂറുണ്ട്. ഇപ്പോൾ 3 മണിക്കൂറായി. പാബ്ഡ് റോഡാണ്. ഒരു കാറിൻ്റെയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നോക്കിയാൽ കാണാം. വെരി ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഞങ്ങൾ പോകുന്ന വഴിയെല്ലാം 11,500 feet ഹൈ ആയിട്ട് വരെ ഞങ്ങൾ പോകുന്നു. ഇപ്പം അത് റോക്കി മൗണ്ടൻസിലൂടെയാണ് പാസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മൾ 15 passenger വാൻ റെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഒരു 1/2 മണിക്കൂറോളം കഷ്ടിച്ചുണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ വൈറ്റ് റിവർ നാഷണൽ ഫോറസ്റ്റ് എത്താനായിട്ട്. ഇപ്പോൾ അത് ഡാഡിയുണ്ട്, എൻ്റെ അമ്മ ഉണ്ട്, ഇത് റോയ് ചേട്ടായി, എൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ ജെയിംസ് ചേട്ടായി, തൊമ്മൻ, സീന ചേച്ചി, സാൻ്റപ്പൻ, താഴെ തൊമ്മിക്കുട്ടനും സുജാ ചേച്ചിയും ഇവിടെയുണ്ട്. അങ്ങനെ ഇനി ഒരു 22 minutes ടു ഗെറ്റ് ദെയർ ടു വൈറ്റ് റിവർ നാഷണൽ ഫോറസ്റ്റ്. ഇതാണ് സവിതയായിരുന്നു ഇത്രയും നേരം ഫോൺ കൊണ്ട് ക്യാമറ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, എനിവേസ് ഇറ്റ് വാസ് ഗ്രേറ്റ് ഫൺ. വെതറൊക്കെ വെരി നൈസ്. ഇറ്റ് ഈസ് ലൈക്ക് സംവെയർ അറൗണ്ട് 70 degrees Fahrenheit. നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ല പൈൻ ട്രീസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. ഒരു മനുഷ്യൻ പോലുമില്ല, വെറും കാട് മാത്രം. നിങ്ങൾക്ക് കാണാം കളകളാ ഒഴുകുന്ന ഒരു അരുവി. വെരി ഫ്രഷ് വാട്ടർ ഫ്രം ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ ടു ദ വാലി. എനിവേസ് എ ബ്യൂട്ടിഫുൾ ആംബിയൻസ്. അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ മോള് മിലാനയ്ക്ക് ഭയങ്കര ആഗ്രഹം ഒരു ചെറിയ വ്ളോഗ് ചെയ്ത് നോക്കണമെന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഞങ്ങളും പറഞ്ഞു. Hi guys, welcome back to the Milana channel. Today I am on a very special 10-day trip and we're at Denver right now in Colorado. We arrived in the airport a bit and now we're like 3 hours away from there. We had food and like now we're going to White River National Park Hotel. Yeah, and we made a little stop to like just relax. So we got 12 people on, our cousins and family members. Mommy, you wanna come? Hi, Tommy. Tommy, say hi. അങ്ങനെ ആ സ്റ്റോപ്പിൽ നിന്ന് ഒരു ശകലം കൂടി മുന്നോട്ട് ഒരു 20-25 minutes മുന്നോട്ട് വന്നപ്പം ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഡേ വൈറ്റ് റിവർ നാഷണൽ പാർക്ക്. ഒരു സൈഡ് ഫുൾ പൈൻ ട്രീസ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഒരു സൈഡിൽ, പിന്നെ ഫുൾ റെഡ് ഓറഞ്ച് റോക്സ്. ഭയങ്കര ഭംഗിയായിരുന്നു. എന്നിട്ട് ആ പൈൻ ട്രീസ് എല്ലാം അവിടെ നിൽക്കുമ്പം അതിൻ്റെ റിഫ്ലക്ഷൻ ആ വെള്ളത്തിലേക്ക് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. അപ്പം ആ വെള്ളത്തിലേക്ക് തെളിച്ച് നിൽക്കുന്ന കാണും ഒരു പ്രത്യേക ഭംഗി തന്നെ. നമ്മളിപ്പോൾ ഷിക്കാഗോയിൽ നിന്നും റോയും കുടുംബവും ജെയിംസും കുടുംബവും, ഫ്ലോറിഡയിൽ നിന്ന് ടിമ്മിയും അവൻ്റെ കുടുംബവും, ഞാനും ലൗസിയും ഞങ്ങളിപ്പോൾ വൈറ്റ് റിവർ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. കൊളറാഡോയിലാണ്. നല്ല വ്യൂ ആണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഞങ്ങളിങ്ങനെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അന്തരീക്ഷം, നല്ല കാലാവസ്ഥയാണ്. ഒരു 50-52 ഡിഗ്രി ചൂടേ ഉള്ളൂ ഇവിടെ. നല്ല സുഖമാണ്, നല്ല കാലാവസ്ഥ, നല്ല കാറ്റ്. എല്ലാവരും വന്ന് കാണണമെന്ന് ഞാൻ ഈ വീഡിയോ കാണുന്നവർ പറയുകയാണ്. നല്ലൊരു സ്ഥലമാണിത്. എല്ലാവരും വന്ന് കാണാൻ ശ്രദ്ധിക്കുക.
ഞങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്ത് വന്ന് കണ്ട ഒരു സ്ഥലമാണിത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് അടിപൊളി ഫോട്ടോ, നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൂപ്പർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഓർത്തു ഇനി സന്ധ്യയായി, ഒരു വൈകിട്ട് ഒരു 5:30 ഇനി പതുക്കെ വിട്ടേക്കാം. ഈ വ്യൂ നോക്കുക, ഓഫ് റോഡ് ഡ്രൈവാണ്. വഴി കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അമേരിക്കയിലെ വഴിയാണ്. മലമണ്ടകൾ കീറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരേക്ക് നോക്കുക, ഭയങ്കരമായ ഒരു മലയാണ് കാണുന്നത്. 12,000 അടി ഉയരത്തിലേക്കാണ് മല നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ വനത്തിൽ കൂടി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നതാണ് കാണുക. മനോഹരമായ കാഴ്ചകളാണ് ഇതിലൂടെ പോക്ക്. വേറെ സ്ഥലത്ത് വന്നപ്പോൾ കാണുന്നതാണ്, ഓരോ സീനാണ് കാണുന്നത്. ഇപ്പോൾ കാണുമ്പോൾ വേറൊരു രീതിയിലാണ് വന്ന് നിൽക്കുന്നത്. വളരെ സൈറ്റാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ നോക്കിയോണം. നല്ല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് മല. വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് അറിയത്തില്ല. കാണുമ്പോൾ നല്ല മനോഹരമാണ്. കാണാം, അല്പം കൂടി ഒരു മറയായിരിക്കുകയാണ്. അന്നേരം ഒന്നും തോന്നിയില്ലെങ്കിലും ഇപ്പോൾ തോന്നുക ഇവിടെ എങ്ങനെ വല്ല കരടിയോ വല്ല കടുവയോ ഒക്കെ ഇറങ്ങിയെങ്കിൽ ഞങ്ങൾ പെട്ടുപോയനെ. കാരണം ഒരു ആൾതാമസം പോലും ഇല്ലാത്ത, ഫോണിന് ബെയർലി നെറ്റ്വർക്കും ഉള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ. എന്തായാലും വലിയ തട്ടുകേടില്ലാതെ ഞങ്ങളങ്ങ് എത്തിപ്പെട്ടു. 6 മണിയായി. ഇപ്പോൾ സമയം വൈകുന്നേരം 6 മണിയായിരിക്കുകയാണ്. ആ മലയുടെ മുകളിൽ നിന്ന് മേഘത്തെ തൊടാൻ നമുക്ക് തോന്നും. അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ അത് 14,000 അടി ഉയരമാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ടൊറോണ്ടോ ലക്ഷ്യമാക്കിയപ്പോൾ ഞങ്ങൾ മെക്സിക്കോ സിറ്റിയിലാണ് എത്തിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം എത്തുമ്പോൾ സൈഡ് നോക്കുക. ഇവര് എന്താണ് അമ്പര ചുംബന വാനം മുട്ടി നിൽക്കുന്ന മലകളാണ് ഇവിടെ നിൽക്കുന്നത്. പുറകിൽ നിന്ന് ആരോ കുശു ചിരിക്കുന്നുണ്ട്. അവർ ചിരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പുറകോട്ട് തിരിഞ്ഞു. പക്ഷെ കുറെ പേർ എന്തൊക്കെയോ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നു. ആദ്യ ദിവസത്തെ റോഡ് ട്രിപ്പിൻ്റെ അവസാനത്തെ ഭാഗത്തോടു കൂടി എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ റോഡ് ട്രിപ്പിന് നേതൃത്വം നൽകുന്നത് മിസ്റ്റർ തോമസ് ഇലവങ്കലാണ്. ഞങ്ങൾ ഷിക്കാഗോയിൽ നിന്നും അതുപോലെ തന്നെ ഫ്ലോറിഡയിൽ നിന്നും 12 പേരാണ് ഇന്ന് കൊളറാഡോയിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഓഫ് റോഡ് ഡ്രൈവാണ് ചെയ്യുന്നത്. വളരെ സീനിക് ബ്യൂട്ടിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെയും അവസാനം വരെയുള്ള ഞങ്ങളുടെ പൈലറ്റ് ടിമ്മി കുടിക്കലാണ്. അതുപോലെ തന്നെ പിള്ളേരെല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതൊരു വളരെ ഫൺ ട്രിപ്പാക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഹലോ. ഹലോ. ഞാൻ ടിമ്മി ഡ്രൈവ് ചെയ്യുന്നതിന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലീനറാണ്. വണ്ടിയെല്ലാം പൊടി തട്ടാനൊക്കെ. അങ്ങനെ ഡാഡിയുടെ കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ തീർന്നപ്പോൾ ഡാഡി പതുക്കെ എന്നോട് പറഞ്ഞു, ഇനി മോളെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പാട്ടിട്ടോട്ടോ, എൻ്റെ കയ്യിൽ സ്റ്റോക്കെല്ലാം തീർന്നെന്ന്, വ്ളോഗ് ചെയ്യാനുള്ള സ്റ്റോക്കേ. എന്തായാലും ഇപ്പം നിങ്ങൾക്ക് സൈഡിൽ കൂടെയൊക്കെ കാണാമല്ലോ, ഭയങ്കര ഭംഗിയാണ്. ആ മലകൾ ചെരിഞ്ഞ് പൈൻ ട്രീസ്. അങ്ങനെ ഇപ്പം ഡാഡി അത്രയും പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. അങ്ങനെ ആ ടാറ് പോലും ഇല്ലാത്ത റോഡിൽ കൂടെ ഒരു ഓൾമോസ്റ്റ് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ടാറിട്ട നല്ല റോഡിലൊന്ന് എത്തുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ചെറിയ 1-2 വീടുകൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ തുടങ്ങി. അപ്പം നമുക്കൊരു സേഫ്റ്റി ഫീലിംഗ് വരാൻ തുടങ്ങി. മറ്റേത് രണ്ടും കൽപ്പിച്ചുള്ളൊരു പോക്കായിരുന്നു. എന്തായാലും ഇവിടെയൊക്കെ നമ്മൾ കാണുമ്പം ഈ പണ്ട് കലണ്ടേഴ്സിൽ കാണത്തില്ലേ, ഇങ്ങനെ വലിയ മല, നല്ല പച്ച അല്ലെങ്കിൽ നല്ല വെള്ളമല, നല്ല പാറക്കെട്ട്, അങ്ങനെ ഭയങ്കര രസമാണ്. ഇത് മുന്നിൽ കണ്ടോ, വലിയൊരു പാറയാണ് നിൽക്കുന്നത്, ഒറ്റ പാറ പോലെ ഇങ്ങനെ. അതിൻ്റെ ഇടയ്ക്കൂടെ താഴ്വാരങ്ങളിൽ കൂടിയൊക്കെ വീടുമുണ്ടേ. പിന്നീട് അങ്ങോട്ട് 1 മണിക്കൂർ ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും ആ സ്ഥലത്തിൻ്റെ സ്ട്രക്ചർ മൊത്തം മാറിപ്പോയി. ഇത് കണ്ടോ, ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സൈഡിൽ ഫുള്ള് കല്ല്, പൈൻ ട്രീസ് ഒന്നുമില്ല, ഒരെണ്ണം പോലും ഇല്ലാതെ
ഫുള്ള് കല്ലിങ്ങനെ ചെത്തി 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 ലെയേഴ്സ് പോലെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ അടുക്കിടയ്ക്ക് വെച്ചേക്കുക. ഇവിടെ വന്നപ്പോഴത്തേക്കും തന്നെ വേറൊരു വ്യൂ. ഒരു സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ കല്ലും, മറ്റേ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാമോയെന്നറിയില്ല, അവിടെ ഒരു റെയിൽവേ ട്രാക്ക് പ്ലസ് ഒരു റിവർ, പിന്നെ മുകളിൽ കൂടി വഴി. ഇങ്ങനെ 3 സംഭവമാണ് ഇതിൽ നടക്കുന്നത്. ഈ വഴി കണ്ട ആർക്കും ഒന്ന് ഓടിച്ച് നോക്കാൻ തോന്നും. ചില ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് താഴെ വേറൊരു വഴിയൂടെ കൂടി ഉള്ളതായിട്ട് കാണാം. എന്തായാലും ഭയങ്കര ഭംഗി തന്നെ. ഇനി ഈ വഴി പതുക്കെ ചെന്ന് ഒരു പാറയ്ക്കകത്തേക്ക് കയറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പാറ മുന്നിലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അങ്ങനെ വന്നല്ലോ, ടണൽ വന്നു കണ്ടോ. വലിയ പാറയുടെ അടിയിൽ കൂടെ ഒരു വലിയൊരു ടണൽ. അധികം ദൂരം പോയില്ല, എന്നാലും മുട്ടനൊരു പാറയായിരുന്നു. എന്തായാലും അങ്ങനെ ഇക്കരെ എത്തി. ഇപ്പോൾ ഏകദേശം സമയം ഒരു 8:30 ആയിട്ടുണ്ട്. പക്ഷെ നല്ല വെട്ടമാണ്, അതുകൊണ്ട് ഒട്ടും തോന്നത്തില്ല 8:30 ആയിന്ന്. നല്ലൊരു ഉച്ച കഴിഞ്ഞൊരു 3 മണി 4 മണിയുടെ ഫീലാണ് നമുക്ക് തോന്നത്തുള്ളൂ. പിന്നെ ഞങ്ങളുടെ പ്ലാന് എല്ലാ പ്രാവശ്യവും ഒരു 3 hours മുമ്പ് നമ്മൾ മടുക്കാൻ തുടങ്ങുക എന്ന് തോന്നുമ്പോൾ 3 hours മുമ്പ് ഹോട്ടൽ റിസർവേഷൻ തപ്പിയിട്ട് ആ ഏരിയ തപ്പിയിട്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടലെടുത്തിട്ട് ഞങ്ങൾ അവിടെ പോയി കിടക്കും. Alright, see you tomorrow.